ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗദ്യപ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഗുരു പറയുകയാണ്, എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും നിൻ്റെ അനുഗ്രഹം എന്നിലുണ്ടാകണം. അപ്പോൾ ഈ ജീവൻ, ആ ജീവൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും അതിൻ്റെ ആഗ്രഹവുമാണ് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഒരു ജീവൻ എത്തിപ്പെടേണ്ട സ്ഥലം, അവൻ ബോധപൂർവം പോകേണ്ടുന്ന സ്ഥലം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ പറയുന്നത് എൻ്റെ ലോകവാസം, ഞാൻ എന്നെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ ഭൗതികമായിട്ടുള്ള, ഈ ഉണർന്നിരിക്കുന്ന ഈ ജാഗ്രത അവസ്ഥയിൽ ഉള്ള എൻ്റെ ലോകവാസം, ഇവിടെയുള്ള ഈ ജീവിതം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും, അപ്പോൾ യാതൊരുവിധ ദുഃഖങ്ങൾ, മറ്റുള്ള കഷ്ടപ്പാടുകൾ ഒന്നും ഉണ്ടാകരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പോൾ എൻ്റെ എന്നുള്ള ആ ഒരു ചെറിയ സർക്കിളിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഗുരു ഇവിടെ സൂചിപ്പിക്കുന്നതോ കുറച്ച് വ്യത്യസ്തമായിട്ട് ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഗുരു പറയുകയാണ്. വെറും ഒരു ഭക്തി ദർശനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ഭക്തിയെക്കുറിച്ചല്ല, മറിച്ച് എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും നിൻ്റെ അനുഗ്രഹം എന്നിലുണ്ടാകണം. അപ്പോൾ ഈ ലോകവാസം ഈ ഇവിടുത്തെ ലോക ജീവിതം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു പോകണം. അതോടൊപ്പം എന്താണ്, നിൻ്റെ ഒടുവിൽ, അതായത് ഈ ജീവിതം ജീവിച്ച് ഒരു അവസാന ഘട്ടമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിന്. അപ്പോൾ നിൻ്റെ പരമമായിട്ടുള്ള ഈ ഞാൻ ഉപാസിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവത്തിൻ്റെ ആ അനുഗ്രഹം കൊണ്ട് എന്തുണ്ടാവണം, നിൻ്റെ പരമമായിട്ടുള്ള പദത്തെ പ്രാപിക്കുന്നതിനും ഉള്ള അനുഗ്രഹം, നിൻ്റെ അനുഗ്രഹം എന്നിലുണ്ടാകണം. അതിനുള്ള അനുഗ്രഹമാണ് വേണ്ടുന്നത്. അല്ലാതെ എനിക്ക് എന്തെങ്കിലും കൊച്ചു ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ പലപ്പോഴും അങ്ങനെയാണ്, അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന എന്താണ്, എനിക്ക് പരീക്ഷ ജയിക്കണം, അല്ലെങ്കിൽ അയൽവക്കക്കാരൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സ്വന്തം മകൻ്റെയോ മകളുടെയോ ഒക്കെ വിവാഹം ഇങ്ങനെയായിരിക്കണം, നല്ല ജോലിയെക്കുറിച്ചുള്ള സങ്കല്പമുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇന്നതുപോലെ ഭഗവാന് ഒരു കാണിക്ക അല്ലെങ്കിൽ ഒരു ഇത് സമർപ്പിച്ചേക്കാം എന്ന് വഴിപാട് നേരും. പലരും കണ്ടിട്ടില്ല, ഇപ്പോൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ കുഞ്ഞിനെ മുണ്ടനം ചെയ്യിച്ചേക്കാം അങ്ങ് പറയുകയാണ്. അപ്പോൾ സ്വന്തമായിട്ട് തലമുണ്ടനം ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, മറ്റൊരാളെ മുണ്ടനം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, തലമുട്ട അടിപ്പിക്കുക എന്നുള്ളതാണ്. അതെന്ത് ഭക്തിയാണ്? അപ്പോൾ അന്നേരത്തെ അവരുടെ ഒരു മാനസികാവസ്ഥ, ഒരു പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടി ഈ ശരീരം കൊണ്ട് ചെയ്യാവുന്ന ചില കാര്യം. പക്ഷേ ഇവിടെ അതിൻ്റെ ലക്ഷ്യം ഗുരു പറയുന്നത് എന്താണ്, ആത്യന്തികമായിട്ട് ഒടുവിൽ നിൻ്റെ പരമമായിട്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല, പരമമായിട്ടുള്ള പദമാണ്. ആ ഭഗവാന്റെ, ആ ദൈവത്തിൻ്റെ, ആ ചിത്പുരുഷൻ്റെ എന്താണ് പരമമായിട്ടുള്ള പദത്തെ പ്രാപിക്കുവാനുള്ള അനുഗ്രഹം. അപ്പോൾ പ്രാപിക്കണമെങ്കിലോ മുൻപ് ഒക്കെ സൂചിപ്പിച്ച പോലെയാണ്, ആത്മോപദേശ ശതകത്തിലൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഈ പരമപദത്തെ പ്രാപിക്കണമെങ്കിൽ കുറച്ച് ജോലി ചെയ്യാനുണ്ട്. അതായത് അങ്ങനെയുള്ള ഗുരുസേവ ചെയ്ത് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഗുരുവിൽ നിന്ന് അറിവ് സമ്പാദിച്ച് അങ്ങനെ ആണ് ആ ഒരു സമയത്ത് മാത്രമേ ഗുരു അത് കൃത്യമായിട്ട് ഉപദേശിക്കുകയും അത് സാക്ഷാത്കരിക്കുകയൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരു സൂചിപ്പിക്കുകയാണ്, എനിക്ക് വേറൊന്നും ആവശ്യമില്ല, നിൻ്റെ പരമമായിട്ടുള്ള പദം പ്രാപിച്ചാൽ മതി. ഇനി ഒരു ജനനം ഇല്ലാത്ത രീതിയിൽ, ഒരു പുനർജന്മം ഇല്ലാത്ത രീതിയിലേക്ക് ഇതെനിക്ക് അവസാനിപ്പിക്കണം. ഇപ്പോൾ ഈ ദ്വൈതം ഈ പ്രപഞ്ചം ഉണ്ട് എന്നുള്ള അറിവിൽ നിന്നുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണ, അതിൽ നിന്നുണ്ടായിട്ടുള്ള ദുഃഖങ്ങൾ, ഇതൊക്കെ എനിക്ക് മാറ്റിയെടുക്കണമെങ്കിലോ ശുദ്ധമായ രീതിയിൽ ഈ അദ്വൈത വഴിയിലൂടെ തന്നെ സഞ്ചരിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
മാത്രമാണ് നിൻ്റെ ആ പരമമായിട്ടുള്ള പദം പ്രാപിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ആ തലത്തിലേക്ക് നിൻ്റെ അനുഗ്രഹം ഈ രീതിയിൽ വേണ്ടുന്നു. പക്ഷേ നമ്മുടെ ദേവതകളെല്ലാം, സാധാരണ ദേവതകൾക്ക് ആർക്കും ഇഷ്ടമല്ല എന്ത്, തൻ്റെ ഭക്തൻ, തൻ്റെ ആശ്രിതൻ സ്വതന്ത്രനായി മാറണം. കാരണം ആ ദേവതയ്ക്ക് ഇനിയും സമയമുണ്ട്, അതിന് കാലം കുറേയുണ്ട്. പക്ഷേ മറ്റ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ അദ്വൈതത്തിൻ്റെ ആ ഒരു പരാകാഷ്ഠയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഉണ്ടാകേണ്ടുന്ന തെളിച്ചമുണ്ട്. അത് ആ തലത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ക്ഷേത്രസങ്കല്പം കൊണ്ടും ശുദ്ധമായിട്ടുള്ള അദ്വൈത ജ്ഞാനം കൊണ്ടും ഒക്കെ വിവക്ഷിക്കുന്നത്. പക്ഷെ പലപ്പോഴും അതിൻ്റെ സൂക്ഷ്മത, അതിൻ്റെ മറ്റു തലങ്ങൾ വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ടും ആ രീതിയിൽ ആളുകളെ സമീപിക്കാത്തത് കൊണ്ടുമാണ് അവർ വഴിതെറ്റി പോകുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവരുടെ മനസ്സുടക്കി ഇതാണ് പരമമായിട്ടുള്ളത് എന്നുള്ള ധാരണയിലേക്ക് അവർ മാറുകയാണ്. അപ്പം നമ്മൾക്ക് വേണ്ടുന്നത് ഈ അവനവൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള, സ്വരൂപത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം, സാക്ഷാത്കാരമാണ്. അങ്ങനെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി എന്നേക്കുമായിട്ട് വീണ്ടും ഒരു പുനർജന്മം ഇല്ലാത്ത രീതിയിലേക്ക് അവിടെ സമാപിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.